വെൽക്കം ടു വർക്ക് ബുക്ക് PSC. 101 അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 16-ാം വകുപ്പ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 16-ാം വകുപ്പ്. 102 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. 103 ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി പമ്പ. ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി പമ്പ. 104 കേരളത്തിൻ്റെ ഗവർണർ ആയ ആദ്യ മലയാളി വി വിശ്വനാഥൻ. കേരളത്തിൻ്റെ ഗവർണർ ആയ ആദ്യ മലയാളി വി വിശ്വനാഥൻ. 105 കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. 106 കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. 107 കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. 108 വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. 109 കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. 110 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 111 കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. 112 പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 113 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. 114 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക്. 115 ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകര. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകര. 116 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. 117 പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ. 118 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. 119 വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN. 120 കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? വിജാഗിരി സന്ധി. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? വിജാഗിരി സന്ധി.
121 ഭൗമസൂചികാ പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ. ഭൗമസൂചികാ പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ. 122 പുല്ല്, മാന്, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? കഴുകൻ. പുല്ല്, മാന്, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? കഴുകൻ. 123 ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പാർശ്വിക വിപര്യം. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പാർശ്വിക വിപര്യം. 124 പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ. 125 വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. 126 പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. 127 സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീരതാപനില എന്താണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീരതാപനില എന്താണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 128 ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥാ മേഖല ഏത്? ഉഷ്ണമേഖല, സവാന്ന. ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്ന കാലാവസ്ഥാ മേഖല ഏത്? ഉഷ്ണമേഖല, സവാന്ന. 129 ഇന്തോനേഷ്യയിൽ മാറ്റക്കൃഷി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലഡാങ്. ഇന്തോനേഷ്യയിൽ മാറ്റക്കൃഷി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലഡാങ്. 130 ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യമേത്? ആസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യമേത്? ആസ്ട്രേലിയ. 131 കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? റോഹ്താങ് ചുരം. കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? റോഹ്താങ് ചുരം. 132 ഇന്ത്യയിൽ ഏറ്റവുമധികം ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവുമധികം ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. 133 രഞ്ജിത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? രവി. രഞ്ജിത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? രവി. 134 ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം ഏത്? അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം ഏത്? അഹമ്മദാബാദ്. 135 വടക്കുകിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ഗോരഖ്പൂർ. വടക്കുകിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ഗോരഖ്പൂർ. 136 ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ഗോതമ്പ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ഗോതമ്പ്. 137 ഒരു ഭരണാധികാരി സിംഹത്തെപ്പോലെ ശക്തനും കുറുക്കനെപ്പോലെ കൗശലക്കാരനും ആയിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതാര്? നിക്കോളോ മാക്യവല്ലി. ഒരു ഭരണാധികാരി സിംഹത്തെപ്പോലെ ശക്തനും കുറുക്കനെപ്പോലെ കൗശലക്കാരനും ആയിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതാര്? നിക്കോളോ മാക്യവല്ലി. 138 1987 ബ്രൂണ്ട് ലാൻഡ് ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടതാണ്? സുസ്ഥിര വികസനം. 1987 ബ്രൂണ്ട് ലാൻഡ് ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടതാണ്? സുസ്ഥിര വികസനം.
139 ആഡംബര വസ്തുക്കളിലും സീൻ ഗുഡ്സിലും സാധാരണയായി ഏത് തരത്തിലുള്ള നികുതിയാണ് ചുമത്താറുള്ളത്? റിഗ്രസീവ് നികുതി. ആഡംബര വസ്തുക്കളിലും സീൻ ഗുഡ്സിലും സാധാരണയായി ഏത് തരത്തിലുള്ള നികുതിയാണ് ചുമത്താറുള്ളത്? റിഗ്രസീവ് നികുതി. 140 തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. മലനാട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. മലനാട്. 141 ശിവരാമൻ സമിതി ശുപാർശ പ്രകാരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് സ്ഥാപിതമായത്? 6-ാം പദ്ധതി 1980-85. ശിവരാമൻ സമിതി ശുപാർശ പ്രകാരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് സ്ഥാപിതമായത്? 6-ാം പദ്ധതി 1980-85. 142 ഭാരതത്തിലെ വരുമാന അസമത്വം വർദ്ധിക്കുന്നത് പ്രധാനമായും ഏത് കാരണത്താലാണ്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമാനമായി വിതരണം ചെയ്യപ്പെടാത്തത്. ഭാരതത്തിലെ വരുമാന അസമത്വം വർദ്ധിക്കുന്നത് പ്രധാനമായും ഏത് കാരണത്താലാണ്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമാനമായി വിതരണം ചെയ്യപ്പെടാത്തത്. 143 ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976. ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976. 144 കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? ഐതരേയ ആരണ്യകം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? ഐതരേയ ആരണ്യകം. 145 കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ് ആര്? ചേരൻ ചെങ്കുട്ടുവൻ. കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ് ആര്? ചേരൻ ചെങ്കുട്ടുവൻ. 146 എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഹോവാർഡ് സിൻ. എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഹോവാർഡ് സിൻ. 147 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 148 ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. 149 ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സരോജിനി നായിഡു. 150 ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? പാമീർ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? പാമീർ പീഠഭൂമി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഹൈപ്പ് വർക്ക് ബുക്ക് PSC.